പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മൾ തന്നെയാണ് നമ്മളെ ഹോളിൽ കൊണ്ടിട്ട് നമ്മുടെ കുഴിയിൽ കൊണ്ടിട്ട് എന്നുള്ളതാണ്. നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങാം. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഇപ്പോൾ ഒരു കുഴിയിലാണെങ്കിൽ, നിങ്ങളുടെ ലൈഫില് നിങ്ങളിപ്പോ ഒരു അപകടത്തിലാണ് ഇരിക്കുന്നതെങ്കിൽ, നിങ്ങൾ തന്നെയാണ് നിങ്ങളെ ആ അപകടത്തിൽ എത്തിച്ചിരിക്കുന്നത്. ചില ആളുകളൊക്കെ പറയും ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ വർക്ക് ചെയ്യത്തില്ല, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ആഗ്രഹിക്കുന്ന ഒന്ന് മാനിഫെസ്റ്റ്, അതൊക്കെ ആരാണ്? ഈ മാനിഫെസ്റ്റേഷൻ വർക്കാണോ ഇല്ലേ എന്നുള്ളത് ഈ മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസ് ചെയ്യുന്ന ആളുകൾക്ക് മാത്രമേ അറിയത്തുള്ളൂ. മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ്, മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് വാട്ട് യു തിങ്ക് യു ബിക്കം എന്നുള്ള ആ ഒരു ബേസിൽ നിന്ന് തുടങ്ങുന്ന പ്രോസസ്സാണ്. അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്ത് വരുന്ന ആളുകൾ നിരന്തരമായിട്ട് ഹീലിങ്സ് പ്രോസസ്സ് ആണെങ്കിൽ ഹീലിങ്സ് നിരന്തരമായിട്ട് ചിന്തകൾ കൺട്രോൾ ചെയ്ത് ഓരോ ചെറിയ ചെറിയ മാനിഫെസ്റ്റേഷൻ മുതൽ അനുഭവമുള്ള ആളുകൾക്ക് വേണ്ടി മാത്രമേ മാനിഫെസ്റ്റേഷനെ പറ്റി കൃത്യമായിട്ട് അറിയത്തുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് ആളുകൾ ഇപ്പോൾ മാനിഫെസ്റ്റേഷൻ ഫോളോ ചെയ്യുന്നത്. മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്ന ഒരു പച്ചയായ യാഥാർത്ഥ്യമാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മളുടെ ഒരു ഫ്രീ ആയിട്ടൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ആ വാട്സപ്പ് ഗ്രൂപ്പിലായിരിക്കും നമ്മുടെ ലോ ഓഫ് അട്രാക്ഷൻ നിങ്ങൾക്ക് 10x 100x ടൈമൊക്കെ മാനിഫെസ്റ്റ് ചെയ്യുന്ന നമ്മുടെ പെയ്ഡ് ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് ഈ വാട്സപ്പ് ഗ്രൂപ്പിലായിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. അവിടെ ഫ്രീ ടിപ്പുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. യൂട്യൂബിൻ്റെ കമൻറ്റ് സെക്ഷനിൽ ആ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ട്, ഈ വീഡിയോയിൽ തന്നെ. ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമായി താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ക്ലാസ്സിലേക്കൊക്കെ ജോയിൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾ തന്നെയാണ് ഇന്നത്തെ ടോപ്പിലേക്ക് കിടക്കാം. നിങ്ങൾ തന്നെയാണ് നിങ്ങളെ ഹോളിൽ കൊണ്ടിട്ടിരിക്കുന്നത്. അപ്പോൾ കാലങ്ങളായിട്ട് ഇത് ഓരോ മനുഷ്യന്മാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയ കാര്യമാണ്. നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരിക്കുന്ന പാറ്റേൺസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തതാണ്. ഒരു എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഇപ്പം ഒരേ ബിഹേവിയർ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ സബ് കോൺഷ്യസ് മൈൻഡിൽ നമ്മുടെ പ്രോഗ്രാംസ്, ഇപ്പോൾ ഒരാളിൻ്റെ അടുത്ത് നമ്മൾ ഇടപെടുന്ന രീതി ആയിക്കോട്ടെ, നമ്മൾക്ക് എന്തെങ്കിലും ഒരു ചിന്താഗതി വരുമ്പോൾ നമ്മൾ നിരന്തരമായിട്ട് റിപ്പീറ്റ് ചെയ്യുന്ന പാറ്റേൺസ്, ഇപ്പോൾ ഒരാളെ വിളിക്കുന്ന സമയത്ത്, ഇപ്പം ഒരു കാറ്റഗറി ഓഫ് ആളുകളുടെ അടുത്തുള്ള നമ്മുടെ മനോഭാവമായിക്കോട്ടെ, എന്താണെങ്കിലും ഇപ്പോൾ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ അടുത്തുള്ള നമ്മുടെ മനോഭാവമായിക്കോട്ടെ, അങ്ങനെ നമ്മളുടെ അത് പലപ്പോഴും ഇപ്പോൾ ചിലപ്പോൾ പുരുഷന്മാരുടെ അടുത്തുള്ള, ചിലപ്പോൾ സ്ത്രീകൾക്കൊരു മനോഭാവം ഉണ്ടാവും, സ്ത്രീകൾക്ക് പുരുഷന്മാരുടെ അടുത്തുള്ള ഒരു മനോഭാവം ഉണ്ടാവും. പക്ഷെ അത് എപ്പോഴാണ് അഫക്റ്റ് ചെയ്യുന്ന ഒരു സ്ത്രീയെ, ഇപ്പോൾ ചില പുരുഷന്മാരുണ്ട്, സ്ത്രീ വിരോധികളായിട്ടുള്ള പുരുഷന്മാരുണ്ട്. ഈ സ്ത്രീ വിരോധികളായിട്ടുള്ള പുരുഷന്മാർക്ക് അവരൊരു കൺസിസ്റ്റൻ്റ്ലി പ്രോഗ്രാം ചെയ്യപ്പെടുകയും അവർ പെട്ടെന്ന് മറ്റൊരു സ്ത്രീയെ അവർ ഇപ്പം നേരിട്ട് കാണുകയോ സംസാരിക്കുകയോ ഒക്കെ ചെയ്യേണ്ടി എന്തോ സാഹചര്യം കൊണ്ട് വരുമ്പോഴായിരിക്കും അവർക്ക് ഓട്ടോമാറ്റിക്കലി ആ പാസ്റ്റ് പ്രോഗ്രാമിൻ്റെ ട്രിഗർ കാരണം അവർക്ക് നേരെ സംസാരിക്കണമെന്നുണ്ട്. അവർ ബേസിക്കലി സ്ത്രീ വിരോധിയാണെങ്കിലും അവർക്ക് ആ മനുഷ്യൻ്റെ അടുത്ത് നേരെ ഇടപെടുന്നുണ്ട്, അവർക്ക് പറ്റത്തില്ല. കാരണം അതാണ് ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള സബ് കോൺഷ്യസ് മൈൻഡ് പ്രോഗ്രാമിങ് അവർ തടയും. അത് സ്ത്രീ എന്നല്ല പുരുഷൻ എന്നല്ല ആരെടുത്താണെങ്കിലും ഇപ്പോൾ ഒരു സോഷ്യലായിട്ടുള്ള സ്റ്റിഗ്മ, കുറേ നാളായിട്ട് സോഷ്യലി ഇടപെടാതിരിക്കുന്ന ഒരു മനുഷ്യൻ വീണ്ടും സോഷ്യലി ഇടപെടാൻ ശ്രമിക്കുമ്പോൾ അയാൾക്ക് അങ്ങനെ ഒരു പ്രശ്നം വരാൻ ചാൻസ് ഉണ്ട്. അയാൾക്ക് ആ റാപ്പ് ഡെവലപ്പ് ചെയ്യാൻ പറ്റത്തില്ല, അയാൾക്ക് ആ ഇമോഷണൽ കണക്ഷൻ ബിൽഡ് ചെയ്യാൻ പറ്റത്തില്ല. എന്തുകൊണ്ടാണ്? നിങ്ങളുടെ ന്യൂറൽ പാത്ത് വരെയുള്ള സബ് കോൺഷ്യസ് പ്രോഗ്രാമിംഗ് കൊണ്ടാണ്. അതേ കണക്ക് തന്നെയാണ് നമ്മുടെ ലൈഫിലുള്ള പാസ്റ്റ് ആയിട്ടുള്ള കുഴികളും, നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള കുഴികളും, നമ്മളുടെ റിലേഷൻഷിപ്പിൽ പ്രശ്നം വന്നതും എല്ലാം നമ്മൾ പാർട്ട്ണറിൻ്റെ മണ്ടയിൽ ചാർത്തി കൊടുത്ത് രക്ഷപ്പെടുമെങ്കിലും നമ്മൾ ഒരു റിലേഷൻഷിപ്പിലായിരുന്നപ്പോൾ നമ്മൾ എന്തെല്ലാം ചിന്തകളാണ് അവരെ പറ്റി ചിന്തിച്ചതെന്നും എന്തെല്ലാം രീതിയിലാണ് നിങ്ങൾ അവരെ പറ്റി ചിന്തിച്ചതെന്നും പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യത്തില്ല, നമ്മൾ ഗൗനിക്കത്തില്ല. അവരെ കുറ്റം പറഞ്ഞ് രക്ഷപ്പെടാനായിട്ടാണ് നമ്മൾ ശ്രമിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഹോൾ എന്ന് പറയുന്നത്, അത് ഹെൽത്ത് വൈസ് ഉള്ള ഹോളാണെങ്കിലും റിലേഷൻഷിപ്പ് വൈസ് ഉള്ള ഹോളാണെങ്കിലും എല്ലാം ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള സബ് കോൺഷ്യസ് മൈൻഡ് പ്രോഗ്രാമിംഗ് ആണ്. അതിന് ഇപ്പോൾ നമ്മുടെ പെയ്ഡ് ക്ലാസ്സിൽ ഹീലിങ്സ് ഉണ്ട്, ഹീലിങ്സ് വഴി ചെയ്യണം. നമ്മൾ കൃത്യമായിട്ട് ചിന്തകളുണ്ട്, അതിനൊക്കെ ഒരു പ്രോസസ്സ് ഉണ്ട്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പെയ്ഡ് ക്ലാസ്സിൽ പഠിപ്പിക്കും. എങ്കിലും ഞാൻ ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, നമ്മൾ നിരന്തരമായിട്ടുള്ള പ്രോഗ്രാമിങ്ങിലൂടെയാണ് അപ്പോൾ അത് തിരിച്ചുള്ള പ്രോഗ്രാമിങ്ങിലൂടെ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ,
നമുക്ക് ഈ ഹോളിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് പറ്റുള്ളൂ. ഈ ഹോളുകൾ നമ്മൾ തന്നെ ബിൽഡ്, അത് ഈ ഹോളുകളുടെ വേറൊരു കുഴപ്പമുണ്ട്. അതായത് നമ്മൾ ഈ പോസിറ്റീവായിട്ടുള്ള റൂട്ടാണെങ്കിൽ ദിവസം കഴിയും തോറും നമ്മളിങ്ങനെ പോസിറ്റീവ് റൂട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. ഇത് ഇപ്പോൾ പുറത്തുനിന്ന് കാണുന്ന ആളുകളുടെ അടുത്ത് ഈ കാര്യങ്ങളെ പറ്റിയൊക്കെ ഞാൻ പറഞ്ഞ്, പുറത്തുനിന്ന് കാണുന്ന ആളുകളെക്കാട്ടി നമ്മുടെ ലൈഫിലുണ്ടാവുന്ന പ്രോബ്ലംസ് നമ്മുടെ സ്വയം ആത്മാവിനറിയാം. മറ്റുള്ള മനുഷ്യന്മാർക്ക് ഇത് അറിയണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. കാരണം ഈ നമ്മുടെ ലൈഫിൽ ഇപ്പോൾ ഒരു ദിവസം ഒരു വ്യക്തി ഇപ്പോൾ ഒരു ജോലിക്ക് പോയി രാവിലെ മുതൽ വൈകിട്ട് വരെ ജോലിക്ക് പോയിട്ട് തിരിച്ചു വരുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ പ്രോഗ്രാമിനെ പറ്റി അവനറിയാം. അവൻ്റെ ലൈഫിൽ റിപ്പീറ്റഡ് ആയിട്ട് നടക്കുന്ന ഹാബിറ്റുകളെ പറ്റി, രാവിലെ പോകുന്നു, ജോലിക്ക് വരുന്നു, ചിലപ്പോൾ ഒരേ സമയമായിരിക്കും അവൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു, അവൻ സ്മാർട്ട് ഫോണൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിനെപ്പറ്റി അവന് മാത്രമേ ധാരണ ഉണ്ടാവൂ എന്നുള്ളതാണ്. അപ്പം ഞാൻ പറഞ്ഞു വരുന്ന പരിപാടി എന്ന് വെച്ചാൽ, നിങ്ങൾ ഈ ലോ ഓഫ് അട്രാക്ഷൻ സത്യമാണോ കള്ളമാണോ എന്ന് വിശ്വസിക്കാൻ നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന റിപ്പീറ്റഡ് ആയിട്ടുള്ള ബിഹേവിയേഴ്സ്, റിപ്പീറ്റഡ് ആയിട്ടുള്ള പാറ്റേൺസ്, സാമ്പത്തികമായിട്ട് നിരന്തരം പരാജയപ്പെടുന്നു. അല്ലാതെ ഈ ജ്യോതിഷന്മാരൊക്കെ പറയുന്ന കണക്കൊന്നുമല്ല. നമ്മൾ ഈ റിപ്പീറ്റഡ് ബിഹേവിയർ, റിപ്പീറ്റഡ് ചിന്തകൾ, ഇതിൻ്റെ എല്ലാം കോർ റിപ്പീറ്റഡ് ചിന്തകളാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ ലൈഫിൽ പരാജയം വന്നിരിക്കുന്നത്. ഇതിന് മാറ്റിയാൽ മാറും. താങ്ക് യു.